ആന്റിക്കറിയോ, എനിക്ക് അമ്മയും അച്ഛനും കാണുമ്പോഴാണ് ജീവിതത്തിൽ കല്യാണം വേണമെന്ന ചിന്ത തന്നെ മനസ്സിലുണ്ടായത്. മറ്റൊരു കപ്പിൾസിനെ കണ്ടിട്ടും എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. തോന്നിയിട്ടുള്ളത് കല്യാണമേ വേണ്ടെന്നാണ്. രണ്ടറ്റവും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒരു കാര്യം പറഞ്ഞേ, നീ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ? ആൻഡ് യു നോ ഐ ട്രസ്റ്റ് വെരി മച്ച്. ദെൻ ബിലീവ് മീ, ഞാനാണ് ഷേർലിനെ നിനക്ക് വേണ്ടി കണ്ടെത്തിയത്. വളരെ നല്ല പെൺകുട്ടിയാ, ഫാമിലി വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഐ നോ, കുറച്ച് മോഡേൺ ആണ്. പക്ഷെ നോക്ക്, ഇന്ന് രാവിലെ തന്നെ അവള് വന്നു അവളുടെ ഭാവി ഇൻലോസിന്റെ പാർട്ടി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി. ഷീൽ കീപ് യു ഹാപ്പി. എനിക്ക് പ്രീതയെ ഒരുപാട് ഇഷ്ടമാണ് അച്ഛാ. ചിലപ്പോഴൊക്കെ എനിക്ക് സ്വയം ലക്കിയായിട്ട് തോന്നാറുണ്ട്. കാരണം എനിക്ക് അവളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞല്ലോ, അവളെ ശരിക്കൊന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ. ദാറ്റ്സ് ഹൗ എ ഗേൾ ഷുഡ് ബി ഡാഡ്. എനിക്ക് തോന്നുന്നത് നിന്റെ ഹൃദയത്തിൽ മറ്റാരോ ആണെന്നാണ്. അച്ഛൻ തന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇനി എന്റെ മനസ്സിലെ കാര്യം അച്ഛൻ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എക്സ്ക്യൂസ് മീ, ഞാൻ ഇതുവരെ അറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? പക്ഷെ ഞാൻ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതായ കാര്യം. ഇവൾക്ക് പ്രീതയെ ഒട്ടും ഇഷ്ടമല്ല. ഇവളോട് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ഇല്ല, അങ്ങനെയൊന്നുമില്ല കവിത. ഈ വീട്ടിൽ നിങ്ങൾ ഇന്ന് മറച്ചു വച്ചിരിക്കുന്നത് ഒന്നുമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ വീട്ടിൽ ചിലർക്ക് നന്നായിട്ടറിയാം അവർക്ക് എന്താണ് വേണ്ടതെന്ന്. പക്ഷേ അത് തുറന്നു പറയാനുള്ള ധൈര്യം അവർക്കില്ല. അവരുടെ ലൈഫിൽ എന്താണ് ഇമ്പോർട്ടന്റ് എന്ന് അവർക്ക് തീരുമാനിക്കാനാകുന്നില്ല. പക്ഷേ ഐ ആം പ്രൗഡ് ഓഫ് യു. നിനക്കറിയാലോ നിനക്ക് എന്താണ് വേണ്ടതെന്ന്. താങ്ക് യു ചേട്ടാ. രോഹിതേട്ടാ, ഒരു മിനിറ്റ് ഒന്ന് എന്നോട് വരൂ. എന്തുപറ്റി? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഇവൾക്ക് എന്ത് പറ്റി? ആ, ഇതിൽ ഇത്രമാത്രം ഞെട്ടാൻ എന്താ ഉള്ള ചേട്ടാ? രോഹിത്തും ഷേർലിനും കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ. അവൾക്ക് എപ്പോ എവിടെ വേണമെങ്കിലും അവനെ വിളിച്ചോണ്ട് പോവാമല്ലോ. അവൾക്ക് അതിന് പൂർണ്ണ അധികാരമുണ്ട്. എനിവേസ്, എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യം കാണും. ഞാൻ പോകുന്നു. ഷെളിൻ, ഒരു മിനിറ്റ്. നീ ഒന്ന് കൈ നോട്ടെ. നീ ആദ്യം കാര്യം എന്താന്ന് പറ. എന്താ കാര്യം? അവിടെ നോക്ക്. അവിടെ എന്താ? കിരണ നിൽക്കുന്നു. അതിനെന്താ? നിങ്ങൾ ഒരു തവണ എന്റെ കൂടെ വാ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയാൻ ശ്രമിക്കുന്നതെന്ന്. ഓ, എന്റെ കൈയൊന്ന് വിട്. കിരൺ, എന്താടാ? എന്താ കാര്യം? എന്താ? എനിക്കറിയില്ല കിരൺ എന്താണ് എന്നോട് ഇത്ര പ്രശ്നമുള്ളതെന്ന്. എന്നുവെച്ചാ താൻ അതിന്റെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നേ. നേരെ അങ്ങ് കാര്യം പറ. എന്താ കാര്യം? എന്താ സംഭവിച്ചേ? പറയാ, എന്തിനാ വളച്ചൊടിക്കുന്നതെന്ന്. കാര്യം എന്താ? ശരി, ഞാൻ നേരെ അങ്ങ് പറഞ്ഞേക്കാം. എനിക്ക് തോന്നുന്നത് കിരൺ എന്നെ ലൈക്ക് ചെയ്യുന്നില്ലെന്ന്. ഇൻഫാക്ട് അവൻ എന്നോട് വെറുപ്പാണ്. തന്നെയല്ല, ഇവന്റെ ഈ സ്ട്രോങ് ഡിസ്ലൈക്കിന് എന്താ കാരണമെന്ന് എനിക്കറിയില്ല. അത് കിരണിനെ പറയാൻ പറ്റൂ. ഷേർലിൻ, നീ വലിയ മര്യാദക്കാരി ആവല്ലേ? നിനക്ക് വളരെ നന്നായിട്ട് അറിയാം നിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഡിസ്ലൈക്ക് ചെയ്യുന്നതെന്ന്. കാരണം നീ എന്നെയും പൃഥ്വിയും ഒരുമിച്ച് കണ്ടു, അതുകൊണ്ടാണോ? ഏട്ടാ, ഇവളത് അക്സെപ്റ്റ് ചെയ്തിരിക്കാ. ഐ മീൻ, ഞാൻ കരുതി ഇവളത് ഒളിച്ചു വെക്കുന്നു. പക്ഷെ ഇവളത് സമ്മതിച്ചു ഏട്ടാ. ഇല്ല, ഞാനൊന്നും സമ്മതിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നിന്റെ മനസ്സിലുള്ള കാര്യമാണ്. രോഹിതേട്ടാ, എനിക്കറിയില്ല അവൻ എവിടുന്ന് ഇത്രയും വലിയ തെറ്റിദ്ധാരണ കിട്ടിയെന്ന്. ഇവൻ കരുതുന്നത് ഞാനും പൃഥ്വിയും തമ്മിൽ എന്തോ അഫയർ ഉണ്ടെന്നാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്ന് നമ്മൾ ഷോപ്പിംഗ് മാളിൽ പോയപ്പോ അപ്പോഴും കിരൺ പറഞ്ഞു ഞാനും പൃഥ്വിയും ഒരേ ചേഞ്ചിങ് റൂമിൽ ഉണ്ടായിരുന്നെന്ന്. പിന്നെ ഇന്നലെ നെക്ലസിന്റെ പേരിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായി. നോക്കിവൻ ഇപ്പോഴെന്നെ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എത്ര നാളത്തെ സഹിക്കണം? രോഹിതേട്ടാ, ഞാൻ നിങ്ങളുടെ ഭാര്യയാവാൻ പോകുന്ന ആളാ. ഇവൻ എന്നെ ഇങ്ങനെ സംശയിച്ചോണ്ടിരുന്ന ഞാൻ എത്ര നാൾ എന്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യേണ്ടി വരും? ആ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പൊ നീ ഇത് പറ. എന്തിനാ നീ ഇപ്പൊ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? ഇവനിപ്പോ എന്ത് ചെയ്തിട്ടെന്നാ? എന്താ കാര്യം എന്ന് പറ. എന്താ സംഭവിച്ചേ? കിരണിന്റെ കയ്യിൽ എന്റെ ഫോണുണ്ട്. ശരിയാണോ? നിങ്ങൾ അവന്റെ പോക്കറ്റ് നോക്ക്. കിരൺ, നിന്റെ കയ്യിൽ ഫോണുണ്ടോ? What is this, Kiran? എന്താ ഇത്? Look, whatever is the reason, I do not want you to ever do this again. Understand? കിരൺ, എനിക്ക് നന്നായി അറിയാം നീ നിന്റെ ചേട്ടനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്, എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ ഓരോ തവണ നീ എന്നെ സംശയിക്കുന്നതുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം എന്ത് ഉണ്ടാകുന്നത്? സംശയിക്കാണ് പോലും. ഞാൻ ഇന്നലെ രാത്രി കണ്ടത്
വേണ്ട കിരൺ, ഇന്നലെ നീ ഇവളെ പൃഥ്വിയുടെ കൂടെ അവന്റെ കാറ് കണ്ട കാര്യം പറയരുത്. അങ്ങനെ വന്നാൽ ഇവളിപ്പോ അലർട്ടാവും. പിന്നെ ഇവളെ തെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുകയും ചെയ്യും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവളെന്തെങ്കിലും തെറ്റ് ചെയ്യണം, എന്നിട്ട് വേണം കൈയോടെ പോക്കാൻ. പറ, നീ എന്താ നിർത്തിയത്? ആ ഞാൻ ഇവളുടെ ഫോൺ എടുത്തായിരുന്നു ഒരു കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടി. ഇറ്റ്സ് ഓക്കെ, ചെക്ക് ചെയ്തു. ഇതിന്റെ പാസ്വേഡ് രോഹിതന്റെ ബർത്ത്ഡേ. ഓ ഗോഡ്, ഏട്ടന്റെ മുന്നേ ഇവൾ എന്താ ഡ്രാമയായി കളിക്കുന്നത്? നീ ഇന്നലത്തെ കാര്യം ആവശ്യമില്ലാതെ സീരിയസ് ആയിട്ട് എടുക്കുകയാണ് കിരൺ. എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്. നീ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇന്നലത്തെ കാര്യം അത് ക്ലിയർ ആയതല്ലേ. ആ നെക്ലേസ് ഷെർലിന്റേതായിരുന്നില്ല. പിന്നെ വീണ്ടും വീണ്ടും എന്തിനാ നമ്മളത് വലിച്ചഴക്കുന്നേ? കിരൺ കാരണം എനിക്ക് എന്തൊക്കെയാ കേൾക്കേണ്ടി വരുന്നത്? ഇവൻ എപ്പോഴും എന്നെ സംശയിച്ചുകൊണ്ടിരിക്കും, എന്നിൽ എപ്പോഴും കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കും. ഇവന് സ്റ്റുപ്പിഡിറ്റി കാരണം ഞാൻ എന്തൊക്കെയാ കേൾക്കേണ്ടി? ഷെർലിൻ, will you please stop it here? പ്ലീസ്, ഞാൻ അവനോട് സംസാരിക്കല്ലേ. ഈ ഒരു ചെറിയ കാര്യത്തിൽ ഇത്ര വലിയ സംഭവമാക്കേണ്ട കാര്യം എന്താണ്? ഇനി അവൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവന്റെ ലക്ഷ്യം തെറ്റായിരുന്നില്ലല്ലോ. അവൻ എന്താ ആഗ്രഹിക്കുന്നത്? ഞാൻ എന്റെ ജീവിതത്തിൽ തെറ്റായ ഡിസിഷൻ എടുക്കരുതെന്ന്. ആ ഡിസിഷൻ കാരണം എന്റെ ലൈഫ് നശിക്കരുതെന്ന്. അവൻ എന്റെ കുഞ്ഞനുജനാണ്, അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അവൻ അവന്റെ പരിധികൾ ലംഘിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നീ ഒരു കാര്യം ചെവി തുറന്നു കേട്ടോ, ഹീസ് മൈ യങ്ങർ ബ്രദർ. ഞാൻ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവനെതിരെ ഒരു വാക്ക് പോലും ഞാൻ കേട്ടോണ്ടിരിക്കില്ല. ഡിഡ് യു ഗെറ്റ് ദാറ്റ്? ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഷെർലിൻ? ശരി, നീ പോ, അവിടെ ആരൊക്കെ അന്വേഷിക്കുന്നുണ്ട്, ചെല്ലേ. രോഹിതേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾക്ക് എന്താണ് എപ്പോഴും ഞാനാണ് തെറ്റുകാര്യം തോന്നുന്നത്? ഞാൻ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതൊന്നും ശരിയായി തോന്നുന്നതേ ഇല്ല. ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല നീ തെറ്റുകാരിയാണെന്ന്. ഡിഡ് ഐ സേ ദാറ്റ്? ഭയങ്കര സ്നേഹമുണ്ട് രണ്ടുപേരും തമ്മില്. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ പരസ്പരം അകറ്റും. നിങ്ങൾ പരസ്പരം വെറുക്കും. മുഖം കാണുന്നത് പോലും ഇഷ്ടപ്പെടില്ല. ചാലഞ്ചായതിന്റെ സൃഷ്ടി, അത് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ആ, ചോദിച്ചോ. എന്താ ചോദിക്കാനുള്ള? അത് എനിക്ക് ചോദിക്കാനുള്ളത്, അന്ന് നീ എന്നെ നീ ഹഗ് ചെയ്തപ്പോ, എനിക്ക് ഉമ്മ തന്നപ്പോ, അത് നിനക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിരുന്നോ? ഐ മീൻ, അതിൽ നിന്റെ എന്തെങ്കിലും ഫീലിങ്സ് പ്രത്യേകിച്ചുണ്ടായിരുന്നോ? അതോ അതൊരു ഫ്രണ്ട്ലി ഹഗ് ആയിരുന്നോ? ഓ ഗോഡ്, എനിക്ക് എന്തായി സംഭവിക്കുന്നേ? സമീർ ഒരു കാര്യം ചോദിക്കുന്നു, അതിന് എനിക്ക് ഉത്തരം പറയണം. സത്യം തന്നെ പറയണം. ആ, ഉണ്ട്. എന്റെ ഹൃദയത്തിൽ നിന്നോട് എനിക്ക് ഫീലിങ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചേ. അതുകൊണ്ടാണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. പറയൂ സൃഷ്ടി, നിന്റെ ഹൃദയത്തിൽ എന്നോട് ഫീലിങ്സ് ഉണ്ടോ ശരിക്കും? അതുകൊണ്ടാണോ നീ എന്നെ ഹഗ് ചെയ്തത്? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നീ ഇങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യണ്ട. ഞാൻ നിന്നെ അപ്പൊ ഹഗ് ചെയ്തതിന് കാരണം 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 ഹഗ് ചെയ്യുന്നത് എന്റെ ഒരു ഹാബിറ്റാണ്, ശീലമാണ്. ഞാൻ ആരെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഹഗ് ചെയ്യും. എനിക്ക് എല്ലാവരെയും ഹഗ് ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമുള്ളവരെ ആണെങ്കിലും അല്ലാത്തവരെ ആണെങ്കിലും എല്ലാവരെയും ഞാൻ ഹഗ് ചെയ്യും. എല്ലാവരെയും ഹഗ് ചെയ്യുന്നത് ഇഷ്ടമാണെന്നോ? ആ, അതായത് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമല്ല? നിനക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലേ? നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. നിനക്ക് നിങ്ങൾ ഡൗട്ട് ഉണ്ടോ? ആ, മൊത്തം ഡൗട്ടാണ്. എന്താ? ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചത് എന്തിനാണെന്ന് നീ വിചാരിക്കുന്നേ? അത് സൃഷ്ടി, ഇനി നിന്റെ മനസ്സിൽ എന്നോട് ഫീലിങ്സ് ഇല്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് വരുമ്പോൾ പരിഭ്രമിക്കുന്ന എന്തിനാണ്?
ഞാൻ എപ്പോഴാ പരിഭ്രമിച്ചത്? ഞാൻ പരിഭ്രമിച്ചിട്ടൊന്നുമില്ല. ആ, എന്നെ നോക്കിയ ശേഷം നീ പിന്നെ എന്റെ കണ്ണി നോക്കാത്ത എന്തുകൊണ്ടാണ്? ഞാൻ എപ്പോഴാ നിന്റെ കണ്ണി നോക്കാതിരുന്നേ? ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല. വേറൊരു കാര്യം കൂടി ഉണ്ട് സൃഷ്ടി. ആ ദിവസം നീ ആ ഗുണ്ടയോടല്ല, പിന്നെ നീ എന്നോടാണ് ഐ ലവ് യു പറഞ്ഞത്. എന്നോടല്ല നീ പറഞ്ഞത്. എന്താ സൃഷ്ടി ഇത്? നിന്നോട് എത്ര തവണ പറഞ്ഞു മര്യാദയ്ക്ക് അടങ്ങി നിൽക്കാൻ? എപ്പോ നോക്കിയാലും തുള്ളി നിൽക്കുന്നത് കാണാം. എന്തെങ്കിലും അസുഖമുണ്ടോ? എടാ, നിനക്ക് എന്താ വട്ടാണോ? നിന്റെ സ്വഭാവം എത്ര പെട്ടെന്നാ മാറിയേ? ഇത്രയും നേരം കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്നൊക്കെ പറഞ്ഞ് കണ്ണടിച്ച് കാണിക്കുന്നത്. നിനക്കെന്താ കണ്ണുകളാണോ അതോ ബട്ടണാണോ ഉള്ളത്? നീ കാരണോ ഞാൻ താഴെ വീണത്. ഇതിപ്പോ ഞാനെന്ത് തെറ്റായത്? നീ മര്യാദയ്ക്ക് അടങ്ങി നിൽക്കാൻ നോക്ക്. എക്സ്ക്യൂസ് മീ, നിന്റെ തെറ്റാ. നീ കാരണോ ഞാൻ വീണത്. എന്ത് മനുഷ്യനായത്? എന്നോട് തർക്കിക്കാൻ വന്നേക്കുന്നു. ഇത് എന്റെ തെറ്റൊന്നുമല്ല, നിന്റെ തെറ്റാണ്. നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. എനിക്ക് സംസാരിക്കണ്ട, നീ പോ. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇപ്പൊ എന്തിനാ നിൽക്കുന്നേ? പോകോട്ട്. എടാ നീ മോളെ എന്തു പറ്റി? നീ വീഴുക എങ്ങനെ ചെയ്തോ? ആ ആന്റി. മോളെ നിനക്ക് എന്തെങ്കിലും പറ്റി എന്നിട്ട്? ഇല്ല ആന്റി. നീ ഒരു കാര്യം ചെയ്യേ, നീ റെഡിയാകാൻ നോക്ക്. ഞാൻ ഗിരീഷിനോട് പറഞ്ഞ് സാധനങ്ങൾ എടുത്ത് വേപ്പിച്ചോളാം. ഓക്കെ ഓക്കെ. മോനെ, നിനക്കിവിടെ എന്തെങ്കിലും പേഴ്സണൽ കാര്യമുണ്ടോ? ഇല്ല 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 ഇല്ല. പിന്നെ ഇവിടെ നിൽക്കുന്നത് എന്തിനാ? നിനക്ക് റെഡി ആവണ്ടേ? എന്നാ ഞാൻ വരാം നിന്റെ കൂടെ, നിന്നെ മുറിയിൽ കൊണ്ടുവിടാൻ വേണ്ടി. എന്നാ ചെല്ല്. ആദ്യമൊക്കെ ഇവര് തമ്മിൽ എന്തുമാത്രം വഴക്കായിരുന്നു. ഇപ്പോഴും പിന്നെ ഇപ്പോ അത് അവരുടെ ഇമോഷൻസ് തമ്മിലായി മാറിയെന്ന് മാത്രം. രണ്ടുപേരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവരുടെ മനസ്സിൽ എന്താന്ന്. എന്നോടാണ് ഒളിപ്പിച്ചു വെക്കുന്നത്, ഈ എന്നോട്. പക്ഷെ എത്ര നാൾ ഒളിച്ചു വെക്കും? ഞാൻ ഇതൊന്നും അങ്ങനെ വെറുതെ വിടുന്ന ആളല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എല്ലാ സത്യവും അറിഞ്ഞിരിക്കും. എന്തായാലും ഞാൻ ഇന്ന് തന്നെ സരളയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയും. എന്റെ സംശയം ശരിയായിരുന്നെന്ന്. ഗിരീഷ്, ഒരു കാര്യം ചെയ്യേ, ആ കാറ്ററിംഗുകാർ വന്നോ ഇല്ലയോ എന്നൊന്ന് പോയി നോക്ക്. ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യാം മാഡം. ആഹാ, സരള നീ എത്തിയോ? രാധികെ, നിങ്ങൾക്ക് മഹേഷ് ഏട്ടനും ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങളുടെ ആശംസകൾ. ഇതാ ഞങ്ങളുടെ വക ചെറിയൊരു സമ്മാനം. മഹേഷ് ഏട്ടനും കൂടിയാ വാങ്ങിക്കേ, സ്നേഹത്തോടെ തരുന്നതല്ലേ. രാധിക ആന്റി, കാറ്ററിംഗിന്റെ കാര്യങ്ങളൊക്കെ ആന്റി അന്വേഷിക്കുന്ന എന്തിനാ? അതൊക്കെ സൃഷ്ടി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? മോളെ, സൃഷ്ടി അവളുടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ സത്യം പറയാലോ, നിന്നെ കണ്ടപ്പോ എന്റെ തലയിലെ ഭാരമൊക്കെ മാറി. ഞാൻ ആകെ വിഷമിച്ചിരിക്കായിരുന്നു. ഇത്രയധികം ജോലികളൊക്കെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നോർത്ത്, ഐ മീൻ എങ്ങനെ തീർക്കുമെന്ന് ആലോചിച്ചു. രാധിക മോളെ, ഞാൻ ഇക്കാര്യം ഓർത്തിട്ടാണ് പറഞ്ഞത്. വാ മോളെ, പെട്ടെന്ന് ചെല്ലാം. ഫംഗ്ഷൻ നടക്കുന്ന വീടല്ലേ, കുറച്ച് ജോലികളിലൊക്കെ നമുക്ക് സഹായിക്കാന്ന്. അതുകൊണ്ടാ നേരത്തെ വന്നത്. അതെന്തായാലും നന്നായി അമ്മേ. നിങ്ങൾ വിരുന്നുകാരൊന്നും അല്ലല്ലോ, ഈ വീട്ടിലെ അംഗങ്ങൾ തന്നെയല്ലേ. ഞാൻ ആ കാറ്ററിംഗുകാർക്കൊന്ന് ഫോൺ ചെയ്യട്ടെ. ഗിരീഷന്റെ കയ്യിൽ അവിടെ നമ്പർ ഉണ്ടാവും. ജസ്റ്റ് എക്സ്ക്യൂസ് മീ. പറ രാധികെ, എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളെ സഹായിക്കാം. വാ. ഒരു ജോലിയില്ല, നിങ്ങൾ വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. മഹേഷ്, മഹേഷ് എവിടെ? ഇവനിത് എങ്ങോട്ടാ പോകുന്നു അറിയില്ലല്ലോ. ആ, നിങ്ങൾ എത്തിയോ? നമസ്കാരം. നമസ്കാരം. എത്ര ദിവസങ്ങളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ഇപ്പൊ അമ്മയുടെ കാലിന് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും നിങ്ങൾ വന്നത് വളരെ നന്നായി. എങ്ങനെ വരാതിരിക്കും മിസ്സസ് നമ്പ്യാർ? സന്തോഷ ദിനമല്ലേ, രാധികയുടെയും മഹേഷിന്റെയും വിവാഹ വാർഷികമല്ലേ, ഞങ്ങളും പങ്കുചേരേണ്ടതല്ലേ? ആ, അത് ശരിയാ. ഞാൻ മഹേഷിനെ വിളിച്ചത് എന്തിനാണെന്ന് അറിയോ? ഏതെങ്കിലും അടിപൊളി ഡിജെയെ ഓർഗനൈസ് ചെയ്തോന്നറിയാനാ. അല്ല, അമ്മ എപ്പോഴാ ഈ ഡിജെയിലൊക്കെ ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങിയത്? രാധിക ആന്റി, ആന്റി ഒട്ടും വിഷമിക്കണ്ട. കാറ്ററിംഗുകാർ 15 മിനിറ്റിൽ ഇവിടെ എത്തും. ശരി മോളെ. ആ മോളെ, ഞാൻ ഐസ് പാക്ക് ടെറസിൽ വെച്ച് മറന്നു. ഒന്ന് എടുത്തോണ്ട് വരുമോ? ടെറസിൽ അച്ഛമ്മയുടെ ഐസ് പാക്ക് എങ്ങനെ വന്നു? ഓ, നീ ഇങ്ങനെ ചോദ്യം ചോദിച്ചു നിൽക്കാതെ വേഗം എടുത്തോണ്ട് വാ. ശരി, ഞാൻ എടുത്തിട്ടുണ്ട്.
DJ വളരെ അത്യാവശ്യമാണ്. കാരണം ഇവിടെ ഒരു സർപ്രൈസ് ഐറ്റം ഉണ്ട്. മഹേഷും രാധികയും ഡാൻസ് കളിക്കും. ആണോ? അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നേ? ഇല്ലില്ല, അതൊന്നും പറ്റില്ല. എന്താ? ഇല്ലെന്നേ. നിങ്ങൾ കണ്ടോ? എത്ര വർഷമായി നിങ്ങൾ ഡാൻസ് ചെയ്യുന്നത് ഞാനൊന്ന് ശരിയാ ശരിയാ, ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട് രാധികയെ. നിങ്ങളുടെ മഹേഷിന്റെ ഡാൻസ്. അതെന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതിൽ മിസ്സസ് നമ്പ്യാർ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതിന് വളരെ എളുപ്പമുള്ളൊരു വഴിയുണ്ട് എന്റെ കയ്യിൽ. എന്താ അത്? നേരെ മൂക്കിൽ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് കൈ വിളച്ച് മൂക്കി പിടിച്ചാലെന്താ? രാധിക മോളെ, സ്നേഹമുള്ള അമ്മായിയമ്മ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അമ്മായി അമ്മയുമായുള്ള ബന്ധം തന്നെ വഷളാകാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലപ്പോ അമ്മായിയമ്മ മിണ്ടില്ല. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ. ഇല്ല മുത്തശ്ശി, അങ്ങനെയൊന്നും പറയരുതേ. വേറെ നിവൃത്തിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഡാൻസ് കളിക്കാം. ഇപ്പൊ കാര്യം നടന്നത് കണ്ടോ? ചിലപ്പോഴൊക്കെ സ്നേഹത്തോടൊപ്പം മരുമക്കൾക്ക് രണ്ടടി കൂടെ കൊടുക്കണം കേട്ടോ. ഒരു മിനിറ്റ് അമ്മേ. അമ്മ എപ്പോഴും എന്നെ ഭീഷണിപ്പെടുത്തി അനുസരിപ്പിച്ചിട്ടുള്ളത്? അത് സരളേ, ഇതാണ് ആ അത്ഭുതം. ഞാൻ നിന്നെ വഴക്കു പറയാറുണ്ട്, പക്ഷെ നീ അത് അറിയുക പോലും ഇല്ല. ഇതൊക്കെ എപ്പോ അമ്മ സംഭവിച്ചത് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുത്തശ്ശി, നിങ്ങളിരുന്ന് സംസാരിക്കേ. എനിക്ക് സരളയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു മിനിറ്റ് വരൂ സരള, ഒരു കാര്യമുണ്ട്. ശരി, വരൂന്നേ. വാന്നേ, നമുക്ക് അവിടെ പോയി സംസാരിക്കാം. ഇനി പറയേ, എന്ത് വാർത്തയാ നീ കൊണ്ടുവന്നിരിക്കുന്നത്? ഞാനെന്ത് പറയാനാ? എന്ത് വാർത്ത കൊണ്ടുവന്നിരിക്കുന്നു? അതെ, ഞാൻ ഇന്നലെ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ? നമ്മുടെ 2 കുട്ടികളെ ഒന്ന് നിരീക്ഷിക്കുന്ന കാര്യം. പിന്നെ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, പ്രേമം പൂവണിഞ്ഞെന്ന്? ആ കാര്യവാ. നീ അതൊക്കെ എത്ര പെട്ടെന്ന് മറന്നോ? ഇല്ല, ഞാനതൊട്ടും മറന്നിട്ടില്ല. കുട്ടികള് 2 പേരും അവിടെ ഉണ്ടായിരുന്നപ്പോ ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും തന്നെ അങ്ങനെ തോന്നിയിട്ടില്ല.